കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓക്സിലറി വെർബ്സ് ഉപയോഗിച്ചിട്ടുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടാക്കാൻ പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ ചേർത്തുള്ള, അതായത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടേണ്ട, എക്സ്പ്ലനേഷൻ കിട്ടേണ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുകയാണ്. ഇന്നലത്തെ നമുക്ക് ഉത്തരം യെസ് ഓർ നോ മാത്രമായിരുന്നു കിട്ടുക, അല്ലേ? ആർ യു റൈറ്റിംഗ്? ഇനി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, യെസ് ഓർ നോ. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ചേർത്തുള്ളത് പഠിക്കുകയാണ്. വാട്ട് എന്ത്, വൈ എന്തുകൊണ്ട്, വേർ എവിടെ, വിച്ച് ഏത്, വെൻ എപ്പോൾ, ഹു ആര്, ഹും ആരെ, ഹൂസ് ആരുടെ, ഹൗ എങ്ങനെ, ഫോർ വാട്ട് എന്തിനു വേണ്ടി, ഫ്രം വേർ എവിടെ നിന്ന്, ഹൗ ലോങ് എത്ര കാലം എത്ര നേരം, ഹൗ ഫാർ എത്ര ദൂരം, ഹൗ മച്ച് എത്രത്തോളം, ഹൗ മെനി എത്ര എണ്ണം, സിൻസ് വെൻ എപ്പോൾ മുതൽ, ടു ഹും ആർക്ക്, ഹൗ ഓഫൺ എപ്പോഴെല്ലാം. ഓക്സർക്ക് ചേർത്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഈ WH ക്വസ്റ്റ്യൻ എന്നാണ് ഇത് പറയാം. WHലാണല്ലോ തുടങ്ങുന്നത്. നമുക്ക് ഓരോന്നായി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വാട്ട് എന്ത്, വാട്ട് ഡു യു സേ എന്താ പറയുന്നത്, വാട്ട് ഡിഡ് യു സേ എന്താ പറഞ്ഞത്, വാട്ട് ആർ യു സേയിങ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വാട്ട് ഹാവ് യു സെഡ് എന്താ പറഞ്ഞിട്ടുള്ളത്, വാട്ട് ഹാഡ് യു സെഡ് ബിഫോർ എന്താ മുമ്പ് പറഞ്ഞിരുന്നത്, വാട്ട് വിൽ യു സേ എന്തു പറയും, വാട്ട് വുഡ് യു സേ എന്തു പറയുമായിരുന്നു, വാട്ട് ഷുഡ് യു സേ എന്ത് പറയണം. ഇനി അപ്പുറത്തെ കോളത്തിലുള്ളത് നിങ്ങൾ ഇതുപോലെ ഇംഗ്ലീഷും മലയാളം ഒന്ന് പറഞ്ഞു നോക്കുക. നമുക്ക് വൈ നോക്കാം. വൈ ഡു യു സേ എന്തുകൊണ്ടാണ് പറയുന്നത്, വൈ ഡിഡ് യു സേ എന്തുകൊണ്ടാണ് പറഞ്ഞത്, വൈ ആർ യു സേയിങ് എന്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വൈ ഹാവ് യു സെഡ് എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, വൈ ഹാഡ് യു സെഡ് ബിഫോർ എന്തുകൊണ്ടാണ് മുമ്പ് പറഞ്ഞിരുന്നത്, വൈ വിൽ യു സേ എന്തുകൊണ്ട് പറയും, വൈ വുഡ് യു സേ എന്തുകൊണ്ട് പറയുമായിരുന്നു, വൈ ഷുഡ് യു സേ എന്തുകൊണ്ട് പറയണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ കുളത്തുള്ളത് നിങ്ങൾ പറഞ്ഞു നോക്കുക. ഇനി വേറെ നോക്കാം. എവിടെ, വെർ ഡു യു സേ എവിടെയാണ് പറയുന്നത്, വെർ ഡിഡ് യു സേ എവിടെ പറഞ്ഞു, വെർ ആർ യു സേയിങ് എവിടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വെർ ഹാവ് യു സെഡ് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, വെർ ഹാഡ് യു സെഡ് ബിഫോർ എവിടെയാണ് മുമ്പ് പറഞ്ഞിരുന്നത്, വെർ വിൽ യു സേ എവിടെ പറയും, വെർ വുഡ് യു സേ എവിടെ പറയുമായിരുന്നു, വെർ ഷുഡ് യു സേ എവിടെ പറയണം. അടുത്ത കോളത്തുള്ളത് നിങ്ങൾ. വിച്ച് ഏത്, വിച്ച് ഡു യു സേ ഏതാ പറയുന്നത്, വിച്ച് ഡിഡ് യു സേ ഏതാ പറഞ്ഞത്, വിച്ച് ആർ യു സേയിങ് ഏതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിച്ച് ഹാവ് യു സെഡ് ഏതാ പറഞ്ഞിട്ടുള്ളത്, വിച്ച് ഹാഡ് യു സെഡ് ബിഫോർ ഏതാ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വിച്ച് വിൽ യു സേ ഏത് പറയും, വിച്ച് വുഡ് യു സേ ഏത് പറയുമായിരുന്നു, വിച്ച് ഷുഡ് യു സേ ഏത് പറയണം. ഈ വിച്ചിൻ്റെ കൂടുതൽ നമുക്ക് ഏതെങ്കിലും വാക്കും കൂടി ഉപയോഗിച്ചാൽ വിച്ച് ബാഗ് ഡു യു വാണ്ട്, അങ്ങനെയായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ. അടുത്തത് നിങ്ങൾ പറയാം.
വെൻ എപ്പോൾ. വെൻ ഡു യു സേ എപ്പോഴാണ് പറയുന്നത്. വെൻ ഡിഡ് യു സേ എപ്പോൾ പറഞ്ഞു. വെൻ ആർ യു സേയിങ് എപ്പോഴാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെൻ ഹാവ് യു സെഡ് എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്. വെൻ ഹാഡ് യു സെഡ് ബിഫോർ എപ്പോഴാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വെൻ വിൽ യു സേ എപ്പോൾ പറയും. വെൻ വുഡ് യു സേ എപ്പോൾ പറയുമായിരുന്നു. വെൻ ഷുഡ് യു സേ എപ്പോൾ പറയണം. ഹൗ എങ്ങനെ. ഹൗ ഡു യു സേ എങ്ങനെയാണ് പറയുന്നത്. ഹൗ ഡിഡ് യു സേ എങ്ങനെ പറഞ്ഞു. ഹൗ ആർ യു സേയിങ് എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൗ ഹാവ് യു സെഡ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ഹാഡ് യു സെഡ് ബിഫോർ എങ്ങനെയാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹൗ വിൽ യു സേ എങ്ങനെ പറയും. ഹൗ വുഡ് യു സേ എങ്ങനെ പറയുമായിരുന്നു. ഹൗ ഷുഡ് യു സേ എങ്ങനെ പറയണം. ഇനി കോമ്പൗണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രിപ്പോസിഷനും കൂടി ക്വസ്റ്റ്യൻ വേർഡുകൾ കൊടുത്ത് ചേർക്കുമ്പോൾ കിട്ടുന്നത്. ഫോർ വാട്ട്, ഫ്രം വെയർ അങ്ങനെയുള്ളത്. ഫോർ വാട്ട് ഡു യു സേ എന്തിനു വേണ്ടിയാണ് പറയുന്നത്. ഫോർ വാട്ട് ഡിഡ് യു സേ എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്. ഫോർ വാട്ട് ആർ യു സേയിങ് എന്തിനു വേണ്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫോർ വാട്ട് ഹാവ് യു സെഡ് എന്തിനു വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഫോർ വാട്ട് ഹാഡ് യു സെഡ് ബിഫോർ എന്തിനു വേണ്ടിയാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫോർ വാട്ട് വിൽ യു സേ എന്തിനു വേണ്ടി പറയും. ഫോർ വാട്ട് വുഡ് യു സേ എന്തിനു വേണ്ടി പറയുമായിരുന്നു. ഫോർ വാട്ട് ഷുഡ് യു സേ എന്തിനു വേണ്ടി പറയണം. നെക്സ്റ്റ് കോളം നിങ്ങൾ ചെയ്യാം. ഫ്രം വെയർ എവിടെ നിന്ന്. ഫ്രം വെയർ ഡു യു സേ എവിടെ നിന്നാണ് പറയുന്നത്. ഫ്രം വെയർ ഡിഡ് യു സേ എവിടെ നിന്നാണ് പറഞ്ഞത്. ഫ്രം വെയർ ആർ യു സേയിങ് എവിടെ നിന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രം വെയർ ഹാവ് യു സെഡ് എവിടെ നിന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രം വെയർ ഹാഡ് യു സെഡ് ബിഫോർ മുമ്പ് എവിടെ നിന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫ്രം വെയർ വിൽ യു സേ എവിടെ നിന്ന് പറയും. ഫ്രം വെയർ വുഡ് യു സേ എവിടെ നിന്ന് പറയുമായിരുന്നു. ഫ്രം വെയർ ഷുഡ് യു സേ എവിടെ നിന്ന് പറയണം. ബാക്കി ചെയ്യാം. അധികം ഉപയോഗത്തിലില്ലാത്ത ക്വസ്റ്റ്യൻ വേർഡ്സാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഹൗ ലോങ് ഹാവ് യു ബീൻ റൈറ്റിംഗ് ദിസ് എത്ര നേരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹൗ ഫാർ ഡിഡ് യു ഗോ എത്ര ദൂരം പോയി. ഹൗ മച്ച് ഹാവ് യു ബോട്ട് ഹൗ മച്ച് ഉപയോഗിക്കുന്നത് എണ്ണാൻ പറ്റാത്ത സാധനങ്ങൾ. എത്രത്തോളം വാങ്ങി തക്കാളി പോലുള്ള സാധനങ്ങൾ. ഹൗ മെനി ഡിഡ് യു ഗെറ്റ് എത്ര എണ്ണം കിട്ടി. എണ്ണം സൂചിപ്പിക്കാൻ വേണ്ടി ഹൗ മെനി ഉപയോഗിക്കും. സിൻസ് വെൻ ഹാവ് യു ബീൻ വർക്കിംഗ് എപ്പോൾ മുതലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ടു ഹും ആർ യു റണ്ണിങ് ആർക്കു വേണ്ടിയാണ് ഓടുന്നത്. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് ഹർ എപ്പോഴെല്ലാം അവളെ സന്ദർശിക്കാറുണ്ട്. ഹു ആർ യു ടു സേ ദാറ്റ് അത് പറയാൻ നീ ആരാ. ഹും ആർ യു വെയിറ്റിംഗ് ആരെയാണ് കാത്തിരിക്കുന്നത്. ഹൂസ് പെൻ ഈസ് ദിസ് ആരുടെ പേനയാണിത്. ബാക്കി നിങ്ങൾ പറഞ്ഞു നോക്കുക.
ഏതാണ്ട് എല്ലാ ക്വസ്റ്റ്യൻ നമ്മളിവിടെ കവർ ചെയ്തു. എന്നാലും ഒരു 10-30 ക്വസ്റ്റ്യൻ വേർഡ്സ് ഇനിയുമുണ്ട്. നമുക്ക് വരുന്ന ക്ലാസ്സിൽ അത് കുറേശ്ശെയായിട്ട് ചെയ്യാം. താങ്ക് യു.